Hi dears, welcome to English classes at Radhika Ramesh. Here is a model question paper answering for the paper AEC1 for Sciences. We all know that it is a new scheme and FIUGP has introduced it recently in the Calicut University. So there is no model question paper or previous year question paper, but there is a model question paper attached to your textbook, English Language Skills for Sciences. So only this model is available now. Hope University has published this book and published this kind of model. So we can expect that such a model question paper in the coming FIUGP examination. അപ്പോൾ ആ ഒരു മോഡൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഉപരി എങ്ങനെ എക്സാം എഴുതാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട്. So please listen carefully. If you have a textbook with you, take page number 141. There you can see the model question paper for the first semester FIUGP examination. Textbook ഇല്ല എന്നുണ്ടെങ്കിൽ don't worry. ഞാൻ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. So don't worry. ആദ്യം തന്നെ പറയാം, എക്സാം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. ഈ 1.5 മണിക്കൂറിന് എക്സാമിന് 50 മാർക്കിലാണ് ഉള്ളത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആൻസർ ദ ഫോളോയിങ് ഇൻ നോട്ട് മോർ ദാൻ 100 വേർഡ്സ്. All questions can be attempted. Each question carries 5 marks. Ceiling 20 marks. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 5 questions are there. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 20 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് എന്നും പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഈസ് നോട്ട് ടു കറക്റ്റ്, റൈറ്റ്? ഇനി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു പക്ഷെ അറിയുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർ സീലിങ്ങിനെ പറ്റി അറിയാത്തവരൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി 4 എന്ന് പറയുന്നില്ല, യു ക്യാൻ അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 3 കിട്ടിയ മറ്റേതിന് 3 കിട്ടി, എല്ലാറ്റിനും 3 ആണെങ്കിൽ 5 × 3 15 മാർക്കായി. നേരെ മറിച്ച് 4 ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ 4 ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാറ്റിനും 3 മാർക്ക് കിട്ടിയാൽ 12 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടാനുള്ളൊരു ടെക്നിക്കാണ് ദിസ് സീലിംഗ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാം, എസ്പെഷ്യലി ദീസ് പാരഗ്രാഫ്സ്. അപ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 2 എസ് എഴുതരുത്. എസ്സേക്ക് സീലിംഗ് ഇല്ല, എസ്സേ 1 മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇതൊരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് വൺ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുറത്തിൽ കൂടുതലൊന്നും എഴുതരുത്. മാക്സിമം ഒരു പുറം 1 പേജ്, അതാണ് അതിൻ്റെ ലിമിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. According to Carl Sagan, what are the potential long-term effects of human activities on Earth climate? Okay, അതായത് ഈ എർത്തിനെ ബാധിക്കുന്ന എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. Carl Sagan warned that human actions like cutting down forests, burning coal and using too much oil gas harm the Earth's climate. അല്ലേ? എർത്തിൻ്റെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഫോറസ്റ്റുകൾ വെട്ടി നശിപ്പിക്കുക, കോൾ കത്തിക്കുക, അതുപോലെ തന്നെ ഓയിൽ ഗ്യാസുകൾ ഉപയോഗിക്കുക. These activities increase greenhouse gases which trap heat in the atmosphere leading to global warming. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒക്കെ അറിയാം. അതായത് കാർബൺ ലെയർ വരികയാണ്, അപ്പോൾ ചൂട് കൂടും. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചൂട് കൂടിക്കഴിഞ്ഞാൽ മഞ്ഞുരുകാൻ തുടങ്ങും, വെള്ളപ്പൊക്കം ഉണ്ടാവും, സമുദ്രനിരപ്പ് ഉയരും. A lot of changes will be there. This causes problems, rising sea levels, stronger storms and damage to ecosystem. അപ്പോൾ സമുദ്രനിരപ്പ് ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം താറുമാറായി. ഓക്കെ, ഇക്കോസിസ്റ്റം തന്നെ അവതാളത്തിലായി. പിന്നെ ഈ എന്താ പറയുക, ചൂട് കൂടുമ്പോഴാണ്, സമുദ്രജലത്തിൻ്റെ ചൂട് കൂടുമ്പോഴാണ് സൈക്ലോൺസ് ഒക്കെ ഉണ്ടാവുന്നത്. Sagan reminds us that the Earth's environment is fragile and urged people to live in ways that protect it. നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ജീവിക്കണം, കാരണം അത്രയും ലോലമാണ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. He believed the future of humanity depends on understanding and reducing the harm we cause to the planet. Okay, അപ്പോൾ നമ്മൾ എന്താണ്, ഫ്യൂച്ചർ ഓഫ് ഹ്യൂമനിറ്റി, നമ്മൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ഇവിടെ ജീവിക്കണം. അത് വിചാരിച്ച് വി ഷുഡ് പ്രൊട്ടക്റ്റ് the planet, the earth.
Second one, what is the central conflict highlighted in Bhargava's essay Science and Dogma? നിങ്ങൾ സയൻസ് ആൻഡ് ഡോഗ്മ പറഞ്ഞ എസ്സേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേയുള്ള ബിലീഫ് ആൻഡ് സയൻസ്. ഓക്കെ, എന്താണ് സയൻസും ഡോഗ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്? In Science and Dogma, Bhargava talks about the struggle between science and rigid beliefs. ആളുകൾക്ക് ഒരു പക്ഷേ അവരുടെ കൾച്ചറും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ക്ലാസ്, അല്ലെങ്കിൽ റിലിജിയൻ, ഇതിൻ്റെയൊക്കെ ബേസിലുള്ള കുറേ ഡോഗ്മകൾ, കുറേ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ സംടൈംസ് ദീസ് ഡോഗ്മാസ് ആർ എഗെയിൻസ്റ്റ് ദ സയൻസ്, അല്ലേ? ഇപ്പോൾ പുനർജന്മമുണ്ട്, അങ്ങനത്തെ കുറേ ബിലീഫുകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആളുകൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സയൻസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, ഈ ഡോഗ്മയൊക്കെ സയൻറ്റിഫിക് ബേസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ഓക്കെ, എനിവേ അങ്ങനത്തെ ഈ ഡോഗ്മയും സയൻസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ഈ എസ്സേയിൽ പറയുന്നത്. He explains that some people stick to old ideas even when new facts from science prove those ideas wrong. അപ്പോൾ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തെറ്റാണെന്ന്, പക്ഷെ എന്നാലും എന്താണ് ഇങ്ങനത്തെ ഈ ബിലീഫ് സ്ട്രോങ് ആയിട്ട് മുറുകെ പിടിക്കുകയാണ്. ദർ ഇസ് നോ ക്രിയേറ്റർ എന്നുള്ള കാര്യം നമുക്കറിയാം എന്നുള്ളതല്ല, പക്ഷെ റിലീജിയസ് ബിലീഫ് അനുസരിച്ചിട്ട് ക്രിയേറ്റർ ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ക്രിയേറ്റർ ഇല്ല, ഇവല്യൂഷനിലൂടെയാണ് ഉണ്ടായതെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, വി ആർ നോട്ട് അറ്റ് ഓൾ റെഡി ടു ബിലീവ് ദാറ്റ്. ദിസ് സ്റ്റോപ്സ് പ്രോഗ്രസ് ആൻഡ് കീപ്സ് us ഫ്രം ലേണിംഗ് ദ ട്രൂത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് സത്യം മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യും, സയൻസിൽ നിന്ന് അല്ലെങ്കിൽ പുരോഗതിയിൽ നിന്ന് അകന്നു പോകും. Bhargava argues that science is important for improving our lives and that we should be open to changing our beliefs when we find better evidence. ഒരു തെളിവുകളില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്ത്, സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്തും എക്സ്പെരിമെൻ്റ് ചെയ്ത് പ്രൂവ് ചെയ്യലാണ്. പ്രൂവ് ചെയ്യാത്ത കാര്യം വിശ്വസിക്കരുത് എന്നാണ് ഭാർഗവ പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ അല്ല, ഇത് ഭാർഗവ അയാളുടെ എസ്സേയിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. The essay encourages people to think critically and not let stubborn traditions block new discoveries and understanding. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത്, ആളുകൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം. അതായത് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ശരിയാണോ എന്ന് അവർ ചിന്തിക്കണം, എന്നിട്ട് വേണം അവരത് വിശ്വസിക്കാനായിട്ട്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, എന്നാലാണ് പുരോഗതി ഉണ്ടാവുള്ളൂ, വേൾഡ് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളതാണ് ആര് പറയുന്നത്, ഭാർഗവ. ഓക്കെ, ഹു ഈസ് ഫിയോക്ല? What drives her search for Terenti in the story? ഫിയോക്ല എന്തിനാണ് ടെറന്റിയെ പോയത്? ആരാണ് ഫിയോക്ല? Fiokla, a young girl in Anton Chekhov's story, is searching for Terenti, a kind and wise man. Terenti ഒരു kind and wise man ആണ്. Fiokla is a young girl. Actually, she is a beggar and orphan. Her brother has been hurt in the forest and she needs someone to help him. Okay. അപ്പോൾ അവളുടെ ബ്രദറിന് എന്തോ പറ്റിയിട്ടുണ്ട്, നമുക്കറിയാം എന്താണ്. ഹി ഹാസ് പുട്ട് ഹിസ് ഹാൻഡ് ഇൻ എ ഹോൾ ഇൻ എ ട്രീ ഇൻ ഓർഡർ ടു ടേക്ക് കുക്കു എഗ്, റൈറ്റ്? ആൻഡ് ഹി കുഡിൻറ്റ് ടേക്ക് ഔട്ട് ഹിസ് ഹാൻഡ് ഫ്രം ദാറ്റ് ട്രീ. ദാറ്റ് ഇസ് ദ പ്രോബ്ലം വിത്ത് ഹർ ബ്രദർ. സോ ഈ കുട്ടി, അതായത് ഫിയോക്ല, വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ ബ്രദർ. അതിനു വേണ്ടിയാണ് ടെറന്റിനെ തേടിപ്പോയത്. Fiokla trusts Terenti because he is known for helping people in need. അല്ലേ? അയാൾ വിശ്വസിക്കുന്ന എന്താണ്, ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഒരിക്കലും ടെറന്റി നോ എന്ന് പറയില്ല. She is determined to find him, showing her bravery and love for her brother. അല്ലേ? അപ്പം അവളുടെ ബ്രദറിനോടുള്ള ആ സ്നേഹവും അതുപോലെ അവളുടെ ധൈര്യവും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അതായത് അവൾ അവിടെ നിന്നിട്ട് കരയല്ലാതെ അവനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ തേടി പോന്നു. She is only a small girl. Okay, and the story highlights themes of kindness and the strong bond between siblings, as well as the goodness of people like Terenti who step up to help others in tough situations. അല്ലേ? അപ്പോൾ ടെറന്റിയെ പോലെ നല്ല മനസ്സുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ദ ലവ് ബിറ്റ്വീൻ സിബ്ലിങ്സ്, അല്ലേ? എന്താണ് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള സ്നേഹം, ഇതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. The next one, why does Stephen Hawking believe it is likely that we are the only civilization within several hundred light years? Okay, അപ്പോൾ 100 light years ആയിട്ട് നമ്മളാണ് ഇവിടുത്തെ ഏക
ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ യൂണിവേഴ്സിൽ ഉള്ള ഏക ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ള ജീവികൾ എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണത്? സ്റ്റീഫൻ ഹോക്കിംഗ് thought it is unlikely that there are other intelligent civilizations near us because the chances of life forming and growing to an advanced level are very small. അല്ലേ? ഇതുപോലെ ജീവികൾ ഉണ്ടായേക്കാം, പക്ഷെ നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന ചാൻസ് വളരെ കുറവാണെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. Even if simple life exists elsewhere, it is very rare for life to develop intelligence like ours. കാരണം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരുപാട് ഡെവലപ്മെന്റിന് ശേഷമാണ് ഇന്റലിജൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. He also explained that the huge distance between stars make it very hard for different civilizations to find or contact each other. പിന്നെ ഇവർ പ്ലാനറ്റുകളൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, ഒരു കോണ്ടാക്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ഈ സിവിലൈസേഷൻ വേറെ ഏതെങ്കിലും, ഇപ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന സ്റ്റാറുകൾക്കൊക്കെ ഇതുപോലെയുള്ള പ്ലാനറ്റുകൾ ഉണ്ടാവും, എല്ലാം സണ്ണ് പോലെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഇതുപോലെ പ്ലാനറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്നിലൊക്കെ ഉണ്ടാവാം, പക്ഷേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഹോക്കിങ്സ് ideas remind us that Earth is special and we should take care of it, since we might be the only intelligent life for hundreds of light years around. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ്? we might be the only intelligent life for 100 of light years around, അല്ലേ? ഒരു 100 പ്രകാശവർഷമായിട്ട് നമ്മൾ തന്നെയാണ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലുള്ള ഇന്റലിജന്റ് ക്രിയേച്ചേഴ്സ് എന്നുള്ളതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. The poem about Pate Valley ends with the phrase 10,000 years. How does this line relate to the overall theme of the poem? പേറ്റ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഗാരി സ്നൈഡറിൻ്റെ ഒരു പോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഇങ്ങനെ ഒരു മൗണ്ടെയിൻ ട്രക്കിംഗ് ഒക്കെ നടത്തുന്ന ആളുകൾ മുമ്പുള്ളൊരു സിവിലൈസേഷൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. So the phrase 10,000 years shows how nature lasts far long than humans, അല്ലേ? മനുഷ്യന്മാർ മരിച്ചു പോവാം, പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവർ 10,000 years മുമ്പുള്ള ഒരു ആരോ ഹെഡാണ് കണ്ടത്, അല്ലേ? അപ്പോൾ അത് അത്രയും കാലങ്ങൾക്ക് മുൻപ് അവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ്. പക്ഷേ എന്താണ്, ആളുകളൊക്കെ മരിച്ചുപോയി, എല്ലാം നശിക്കുന്നുണ്ട്. ബട്ട് എർത്ത് ഈസ് there or the universe is there. Okay, the poem talks about how mountains, rivers and other parts of the natural world stay the same while people and their creations come and go. അല്ലെങ്കിൽ എർത്ത് അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മൗണ്ടെയിൻസ് അവിടെ തന്നെ ഉണ്ട്, റിവേഴ്സ് അവിടെ തന്നെ ഉണ്ട്, മനുഷ്യന്മാരും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. This line reminds us that nature is strong and timeless while human life is short, അല്ലേ? മനുഷ്യന്റെ ജീവിതം വളരെ ചെറുതാണ്, പക്ഷേ നേച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇറ്റ് ഈസ് everlasting. It encourages us to respect the environment, and I think about how small we are compared to the long history of the earth. അപ്പോൾ ആലോചിച്ച് നോക്കിയോ, ഈ 10,000 years ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഏറി വന്നു കഴിഞ്ഞാൽ ഒരു 60 to 70 years ഓഫ് ലൈഫ് സ്പാനേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കിയൊക്കെ നേച്ചറിന് എത്ര ആയുസ്സുണ്ട്, അതിനേക്കാൾ എത്ര ചെറുതാണ് അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് ദി റിയൽ മീനിങ് ഓഫ് 10,000 years in the poem about Pate Valley. Then section B, answer the following in 2 or 3 sentences. Each question carries 2 marks. All questions can be attempted. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പാസേജ് വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ഐ ഹാവ് നോട്ട് ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ മൈ PPT. ഞാൻ വായിച്ചു തരാൻ വേണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 12 മാർക്കാണ് ഉള്ളത്, ഓരോന്നിനും 2 മാർക്ക് വീതം. ഇതും എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാം. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ചതിക്കുഴി ഞാൻ പറഞ്ഞു ടൈമാണ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യുക. ഓക്കെ, സോ flying saucers or UFOs are well known to almost everyone, but seeing a strange light in the sky does not mean that we are being visited by beings from the planet Venus or a distant galaxy named Spectra. അപ്പം ഇതിൽ UFO പറഞ്ഞു വെച്ചാൽ അതായത് ഫ്ലൈയിങ്
സോസേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പറക്കും തളികകൾ, മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നുള്ള ജീവികൾ നമ്മളെ സന്ദർശിക്കാനായിട്ട് വരുന്നു എന്ന് പറയപ്പെടുന്ന പേടകങ്ങളാണ് നമ്മൾ ഫ്ലൈയിങ് സോസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ലൈറ്റ് യൂണിവേഴ്സിൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആകാശത്ത് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ ഫ്ലൈയിങ് സോസേഴ്സ് അല്ലേ. ഇറ്റ് മൈറ്റ് ഫോർ എക്സാമ്പിൾ ബി an automobile headlight reflected of high altitude cloud, or a flight of luminescent insects, or an unconventional aircraft, or a conventional aircraft with unconventional lighting patterns, such as high intensity searchlight used for meteorological observations. ഇത് എന്തൊക്കെയാവാന്നാണ് പറയുന്നത്. അത് UFOകളൊന്നുമല്ല, ഫ്ലൈയിങ് സോസേഴ്സ് ഒന്നുമല്ല, നേരെ മറിച്ച് ഒരു മോട്ടോർ വെഹിക്കിളിൻ്റെ ഒരു ഹെഡ്ലൈറ്റ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ക്ലൗഡിൽ തട്ടി പ്രതിഫലിക്കുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഹൈ ഇൻറ്റൻസിറ്റി സെർച്ച് ലൈറ്റ് യൂസ്ഡ് ഫോർ മെറ്ററോളജിക്കൽ ഒബ്സർവേഷൻസ് അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വിട്ട ഏതെങ്കിലും ഉപഗ്രഹത്തിൻ്റെ ഒരു സെർച്ച് ലൈറ്റ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലുമിനിസെൻ്റ് ഇൻസെക്റ്റ് ആവാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. There are also a number of cases, closer encounters with some high-kitch index numeral, where one or two people claim to have been taken aboard an alien spaceship prodded and probed with unconventional medical instruments and released. അപ്പം ചില ആളുകൾ പറയുന്നുണ്ട്, ഒന്നോ രണ്ടോ ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഫ്ലൈയിങ് സോസേഴ്സ് കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ ഒന്ന് രണ്ട് ആളുകൾ ഇതുപോലെ സ്പേസ് ഷിപ്പിൽ വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. But in these cases, we are only the unsubstantiated testimony, no matter how heartfelt and seemingly sincere, of one or two people. Okay, നമുക്കതിൽ തെളിവുകളാണ് വേണ്ടത്. To the best of my knowledge, there are no instances out of hundreds of thousands of UFOs reports of fire since 1947, not a single one in which many people independently and reliably report a close encounter with what is clearly an alien spacecraft. അപ്പോൾ സ്പേസ് ക്രാഫ്റ്റ്, ഓക്കെ. അപ്പോൾ 1947 മുതൽ ഈ UFOനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, പക്ഷെ ആർക്കും അതിൽ എന്താണ് എങ്ങനെയാണ് അതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. Then not only is there an absence of good anecdotal laboratories are very sophisticated. Okay, അതിനുള്ള ഒരു എവിഡൻസ്, ഫിസിക്കൽ എവിഡൻസ് ഒന്നുമില്ല. അവർ ലബോറട്ടറീസ് ആർ വെരി സൊഫിസ്റ്റിക്കേറ്റഡ്. നമ്മളുടെ ലബോറട്ടറീസ്, നാസയാണ് പറയുന്നത്, അത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, ഭയങ്കര മോഡേൺ ആണ്. എ പ്രോഡക്റ്റ് ഓഫ് ഏലിയൻ മാനുഫാക്ചർ മൈറ്റ് റെഡിലി ബി ഐഡൻറ്റിഫൈഡ് ആസ് സച്ച്. അങ്ങനെ ഒരു ഏലിയൻ അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് എവിടെയെങ്കിലും വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, അത്രയും മോഡേൺ ആണ് നമ്മുടെ ലാബോറട്ടറീസ്. ദെൻ yet no one has ever turned up even a small fragment of an alien spacecraft that has passed any such physical test, much less a logbook or a starship captain. അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ചെറിയ പൊട്ട് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. It is for these reasons that in 1977 NASA declined an invitation from the Executive Office of the President to undertake a serious investigation of UFO reports. 1977 നാസ ഒരു ഇൻവെസ്റ്റിഗേഷന് പുറപ്പെട്ടു അല്ലേ. എന്തിനാണ്? ഇതുപോലെ UFO ഉണ്ടോ എന്നറിയാനുള്ള ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഓക്കെ, ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. When hoaxes and mere anecdotes are excluded, there seems to be nothing left to study. അല്ലേ, അതായത് ആളുകൾ വെറുതെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയാല്ലാതെ ഒരു കാര്യങ്ങളും, അതായത് കെട്ടുകഥകളൊന്നും അല്ല, അതൊക്കെ ഒഴിവാക്കിയപ്പോൾ ഒരു തെളിവും എവിടെയും ഇല്ലായിരുന്നു. അപ്പോൾ UFO ഇല്ല എന്നാണ് നാസ പറയുന്നത്. ഓക്കെ, സോ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി വായിക്കാനുള്ളത് കേട്ടോ. So listen, what common phenomena might be mistaken for UFO according to the passage. പിന്നെ നിങ്ങൾ ഈ പാസേജ് വായിക്കുന്ന സമയത്ത് വായിച്ച് ഒരുപാട് സമയം കളയരുത്. ഓക്കെ, അതിനാണ് നമ്മൾ നന്നായിട്ട് വായിക്കണം. റീഡിങ് ഒന്നും നമ്മളൊരു ലാംഗ്വേജ് എബിലിറ്റിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോംപ്രിഹെൻസീവ് പാസേജ് തന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിന് ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞു വെച്ചാൽ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻസിലുള്ള ഈ വേർഡൊക്കെ ഉണ്ടാവും, അതൊക്കെ പാസേജിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. സോ എന്താണ് UFO ആയിട്ട്
മിസ്റ്റേക്ക് ചെയ്യുന്ന ഫിനോമിന പ്രതിഭാസങ്ങൾ എന്നാണ് ഈ പാസേജിൽ പറയുന്നത്. Common phenomena mistaken for UFOs include automobile headlights reflected off clouds, luminescent insects, unconventional aircraft, and conventional aircraft with unusual lighting patterns. നമ്മൾ പറഞ്ഞതാണത് അല്ലേ. Then second one, what does the passage suggest about the reliability of individual testimonies regarding close encounters UFO? അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് UFO അവിടെ കണ്ടു ഇവിടെ കണ്ടു. അപ്പോൾ എന്താണ് ഈ പാസേജിൽ അതിനെപ്പറ്റി പറയുന്നത്? അത് വിശ്വസിക്കാമോ? The passage suggests that individual testimonies regarding close encounters with UFOs are unreliable and lack substantiation, no matter how heartfelt or sincere they may seem. ആളുകൾ എത്ര ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് അല്ലേ, ഞാൻ സത്യം പറയുകയാണെന്ന് പറഞ്ഞാലും അതിന് ഒരു തെളിവുമില്ല എന്നാണ് പറയുന്നത്. Third one, how many reliable reports of close encounters with the alien spacecraft does the passage claim exist? അതുപോലെ എത്ര റിലയബിൾ വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ വന്നു regarding this spacecraft? According to the passage, there are no reliable reports of close encounters with alien spacecraft. ഈ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ വളരെ അടുത്തുള്ള അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഇല്ല. വെറുതെ കെട്ടുകഥകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. Fourth one, what types of evidence does the passage say are lacking in UFO reports? The passage states that UFO reports lack physical evidence. എന്തൊക്കെയാണ് അതിൽ ഇല്ലാത്തത് എന്നാ പറയുന്നത്? നമ്മൾ കണ്ടു പറയല്ലാതെ എന്തുകൊണ്ടാണ് അത് ഇല്ല എന്ന് പറയുന്നത്? Physical evidence, തെളിവില്ല. As fragments of alien spacecraft of other tangible proof. അല്ലേ, ഒരു സ്പേസ് ക്രാഫ്റ്റ് വന്നതോ ഒരു കാര്യത്തിലും തെളിവില്ല. കാരണം പറയുന്നുണ്ട് നാസയ്ക്ക് നല്ല ലബോറട്ടറി ഉണ്ട്, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഒരു ചെറിയ ഒരു ഈ സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ ഫ്ലൈയിങ് സോസേഴ്സ് വേണ്ട, UFO ഒന്നും വേണ്ട, ചെറിയൊരു അതിൻ്റെ ഒരു പൊട്ട് പോലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമുക്ക് ഉണ്ട് എന്നാണ് നാസ പറയുന്നത്. Why did NASA decline an invitation to investigate UFO reports in 1977? ഓക്കെ, 1977 പ്രസിഡന്റ് ഓർഡർ ചെയ്തു ഇതിനെ പറ്റി പഠിക്കാൻ പറഞ്ഞപ്പോൾ നാസ ഡിക്ലൈൻ ചെയ്തു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. വൈ? It is because there is no such evidence is found and our laboratories are very efficient. If a small fragment of an alien spacecraft that has passed any such physical test must be less a logbook, okay, of the starship captain. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടില്ല. Sixth one, what does the passage imply about the effectiveness of modern laboratories in identifying alien artifacts? ഈ ഏലിയൻ ആർട്ടിഫാക്ട്സിനെ പറ്റിയിട്ട് അതിനെ കാണാനായിട്ട് എന്തൊക്കെ ടെക്നോളജിയാണ് നമുക്കുള്ളത്? The passage implies that modern laboratories are sophisticated enough to identify alien artifacts, but none have been found. അല്ലേ, അത്രയും എഫിഷ്യൻ്റ് ആണ് നമ്മുടെ ലബോറട്ടറീസ്, പക്ഷെ ഒന്നിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. Seventh one, what year did the passage mention as the beginning of UFO report filings? എന്ന് മുതലാണ് ഇത് കാണാൻ തുടങ്ങിയത്? ഈ UFOനെ കണ്ടു എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത്? The passage mentions 1947 as the beginning of UFO report filings. Okay, so this is the passage or comprehensive passage. Then answer the following in a paragraph. Each question carries 3 marks. All questions can be answered. അപ്പോൾ ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു 3 മാർക്കിൻ്റെയാണ്. അപ്പം 3 മാർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 3 to 4 മാക്സിമം 5 സെൻറ്റൻസ് എഴുതിയാൽ മതി കേട്ടോ, ഒരു ഹാഫ് പേജ്. What is the main argument of the passage regarding the credibility of UFO sighting and close encounters, and briefly describe how the author supports its argument? ഇപ്പോൾ UFOനെ കണ്ടു എന്ന് പറയുന്നതും പിന്നെ ഓഥർ എന്താണ് UFO ഇല്ല എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സും എന്താണ്? ഓഥർ ഇല്ല എന്നാണ് പറയുന്നത് നമ്മളടുത്ത്. The main argument of the passage is that UFOs sightings are close encounters lack credibility due to the absence of reliable evidence. കാരണം വിശ്വസിക്കാവുന്ന തെളിവുകളില്ല. The author supports this argument by highlighting the lack of physical evidence, the unreliability of individual testimonies, and the existence of alternative explanations for reported UFO sighting. അല്ലേ, അപ്പോൾ തെളിവുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാരണം.
Second one, why does the author emphasize the absence of physical evidence and how does the impact of credibility of UFO sighting? ഓക്കെ, അപ്പോൾ ഇതില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും ഉറപ്പിച്ചിട്ട് അതിൻ്റെ വിശ്വാസ്യത ഇല്ല, UFO അല്ലെങ്കിൽ ഫ്ലൈങ് സോഴ്സസ് ഒക്കെ കണ്ടു എന്ന് പറയുന്നതിലുള്ളൊരു വിശ്വാസ്യത ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? The author emphasizes the absence of physical evidence to undermine the credibility of UFO sighting. The lack of tangible proof, such as fragment of alien spacecraft, makes it difficult to verify the claims of UFO sightings. The absence of physical evidence, combined with the unreliability of individual testimonies, cast doubt in the validity of UFO sighting. അല്ലേ? ഇപ്പം നമുക്കറിയാം, വളരെ എളുപ്പമാണ് അത് കണ്ടുപിടിക്കാനായിട്ട്. ഏതെങ്കിലും ഒരു ഫ്രാഗ്മെന്റ് വന്നാൽ പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അത് തന്നെയാണ് അതിന്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സെക്ഷൻ സി, അത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. 2 എണ്ണം തരും, അതിലേതെങ്കിലും ഒന്ന് മാത്രം എഴുതുക. അതിന് 15 മാർക്കാണുള്ളത്. ഒന്ന് മാത്രം എഴുതുക. എസ്എ 2 എണ്ണം ഒരിക്കലും എഴുതരുത് കേട്ടോ, കാരണം അതിന് സീലിംഗ് ഇല്ല. മുമ്പത്തേതിനൊക്കെ സീലിംഗ് ഉണ്ട്, അതുകൊണ്ട് എല്ലാതും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. എസ്എ ഒന്ന് മാത്രം എഴുതാം. എസ്എ എന്ന് പറഞ്ഞാൽ 15 മാർക്കാണ്. ഒരു 2-3 പുറം എഴുതേണ്ടി വരും. ഓക്കെ, അത്രയും എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നത്. ഇതൊരു സ്കെലിറ്റൻ ആണ്. ഇതിൽ നിങ്ങൾ കുറച്ചും കൂടെ കൂട്ടിയിട്ടൊക്കെ വേണം എസ്എ എഴുതാനായിട്ട്. Imagine you are writing your ASOP for a graduate program you are passionate about. Detail how would you convey your research interests and programs appeal. നമുക്കറിയാം ASOP, അക്കാഡമിക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ആ കോളേജ് സെലക്ട് ചെയ്തു, നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, എന്ത് കോഴ്സ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഗോയിങ് ടു ബി പ്രസന്റ് in front of the academic committee or the admission committee. അപ്പോൾ അതാണ് ASOP. ഓക്കെ, അപ്പോൾ അത് എഴുതാനാണ് പറയുന്നത്. As I prepare to start my graduate program, I am excited to share my research interests and explain why this program is perfect for me. അപ്പോൾ എൻ്റെ റിസർച്ച് ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. In my application, I will show my passion for the field, highlight my relevant skills and experiences, and explain why I am so excited about the program's strengths. Okay, അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഈ എക്സ്പീരിയൻസ് എല്ലാം, അതായത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് സെലക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ സ്യൂട്ട് ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് തോന്നി എൻ്റെ ഈ അഭിരുചികളെല്ലാം ഈ കോഴ്സിന് പറ്റിയതാണെന്ന്. And explain why I am excited about the program strength. പിന്നെ ഈ പ്രോഗ്രാം പഠിച്ച നല്ല കാര്യമുണ്ട് അല്ലേ, അതിൻ്റെ സ്ട്രെങ്ത് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എനിക്ക് മനസ്സിലായി. My research interests are at the intersection of molecules in liquid and temperature. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞാണ് കേട്ടോ, മോളിക്യൂൾസ് ഇൻ ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസർച്ച് ടോപ്പിക്ക് എഴുതാം. എൻ്റെ റിസർച്ച് ടോപ്പിക്ക് അതാണ്. അതായത് നമുക്കറിയാം ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ദേ ആർ വെരി റിസർച്ച് ഓറിയൻറ്റഡ് ഇൻ ദെയർ സ്റ്റഡീസ്. അപ്പോൾ ഒരു ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ റിസർച്ച് മൈൻഡോട് കൂടെയാണ് കുട്ടികൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ASOPയിൽ പറയുന്നത്. Through my undergraduate studies and research experiences, I have developed a deep appreciation for the complexities of liquid molecule. ലിക്വിഡ് മോളിക്യൂളിനെ പറ്റിയിട്ട് ഒരു വളരെ ഡീപ്പായിട്ടുള്ള നോളജ് അല്ലേ, ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ട് ഇതിന് മുമ്പുള്ള കോഴ്സിൽ തന്നെ. ഐ ആം ഈഗർ ടു എക്സ്പ്ലോർ ദിസ് ടോപ്പിക് ഫർദർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദി എക്സിസ്റ്റിംഗ് നോളജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ ചേർന്നിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ, ഓക്സ്ഫോർഡ് എഴുതാം, കേംബ്രിഡ്ജ് എഴുതാം, ഹാർവാർഡ് എഴുതാം, നോ പ്രോബ്ലം. is well known for its expertise in molecular chemistry. ഈ യൂണിവേഴ്സിറ്റി മോളിക്കുലർ കെമിസ്ട്രിക്ക് ഭയങ്കര ഫേമസ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. That is why I have selected this university. I am impressed by the faculty's research and department's resources. അതുപോലെ ഞാൻ ഫാക്കൾട്ടീനെ പറ്റിയിട്ടൊക്കെ റിസർച്ച് ചെയ്തു. എല്ലാവരും നല്ല വെൽ എക്വിപ്ഡ് ആണ്, വെൽ നോളജബിൾ ആണ്, ഓക്കെ, വെൽ ക്വാളിഫൈഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. The program's interdisciplinary approach aligns with my research goals. I am excited to work with the scholars from diverse backgrounds and engage with different perspectives. അല്ലേ, അപ്പോൾ ഞാൻ ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് പറഞ്ഞു വെച്ചപ്പോൾ മോളിക്കുലർ കെമിസ്ട്രിയും അത് വേണമെങ്കിൽ നമുക്ക് മോളിക്കുലർ ബയോളജിയും തമ്മിൽ വേണമെങ്കിൽ ബന്ധിപ്പിക്കാം. അതാണ് ഇന്റർഡിസിപ്ലിനറി, 2 കോഴ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കാം. എന്തായാലും
ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. Furthermore, the program's emphasis on research-based methodology matches my strength and interest. അല്ലേ, എൻ്റെ സ്ട്രെങ്ത്തും ഇൻട്രസ്റ്റുമായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ എയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വളരെയധികം യോജിക്കുന്നുണ്ട്. I'm confident that this program will provide me with the ideal environment to grow as a researcher and achieve my academic goals. എന്നെ നല്ലൊരു റിസർച്ചറാക്കി മാറ്റാൻ ഈ കോഴ്സിന് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോഴ്സ് പറഞ്ഞിട്ട് ഈ പ്രോഗ്രാം കേട്ടോ, ഓക്കെ, മാറരുത്, പ്രോഗ്രാം എന്നാണ് പറയുക. നിങ്ങളുടെ ഇപ്പോൾ BSc സൈക്കോളജി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമാണ്. In conclusion, my application will show my genuine passion for the field, highlight my relevant skills and experiences, and demonstrate my enthusiasm for the program's unique strengths. Okay. എന്തായാലും ഞാൻ എൻ്റെ എല്ലാ സ്കില്ലുകളും ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല എൻതൂസിയാസത്തോടു കൂടെ അല്ലെ, നല്ല ഉത്സാഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. I'm confident that this graduate program will provide me with the perfect platform to explore my research interest, develop my skills, and achieve my academic goals. ഇത് എൻ്റെ അക്കാഡമിക് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ASOP പ്രിപ്പയർ ചെയ്യുന്നത്. Then second one, biology enables culture forbids, writes Yuval Noah Harari in his book Sapiens. How does this statement encapsulate the tension between natural human instincts, scientific advances, and cultural religious constraints? Discuss with reference to the prescribed text in your syllabus. അപ്പോൾ യുവൽ നോഹ് ഹറാറിയുടെ വേൾഡ്സ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ് സാപ്പിയൻസ്. അപ്പോൾ അതിലത്തെ ഒരു വരിയാണ് ബയോളജി എനാബിൾസ് കൾച്ചർ ഫോർബിഡ്സ് അല്ലേ. ബയോളജി ഈസ് സയൻസ്, ഓക്കെ. ബയോളജി നമ്മളെ നമ്മളെ എന്താ പറയുക പ്രാപ്തരാക്കുന്നുണ്ട്, പക്ഷെ കൾച്ചർ ഒരിക്കലും നമ്മളെ അത് സമ്മതിക്കുന്നില്ല, ഓക്കെ, അതിന് നമ്മളെ അനുവദിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത കുറേ ടെസ്റ്റുകളുണ്ട് ഓൺ ദ ബേസ് ഓഫ് ദിസ് സയൻസ് ആൻഡ് ഡോഗ്മയൊക്കെ പഠിച്ചില്ലേ. അപ്പം എന്താണ് അതിനെ പറ്റിയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ്. Yuval Noah Harari's statement, biology enables culture forbids, is a thought-provoking idea. It shows the tension between our natural human instincts, scientific progress, and culture or religious rules. അല്ലേ, റിലിജിയനും അതുപോലെ തന്നെ കൾച്ചറൊന്നും സയൻസിനെ ഫോളോ ചെയ്യാൻ ചില സമയത്ത് നമ്മളെ സമ്മതിക്കുന്നില്ല. Harari says that our biology allows us to think, feel, and behave in certain ways. അല്ലേ, ബയോളജി അതായത് അറിവുകൾ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. However, our culture and societal norms often restrict these natural instincts. പക്ഷേ നമ്മുടെ കൾച്ചറും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ കുറേ നോംസ് പറഞ്ഞു വെച്ചാൽ കുറേ രീതികളും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. On one hand, our biology makes us curious, innovative, and progressive. അല്ലേ, ബയോളജി എന്ന് വെച്ചാൽ സയൻസ് നമ്മളെ ക്യൂരിയസും ഇന്നോവേറ്റീവും അതുപോലെ പ്രോഗ്രസീവും പുരോഗതിയുള്ളവരൊക്കെ ആക്കുന്നുണ്ട്. Science has helped us overcome many natural limitations such as diseases, hunger, and physical disabilities. ഇതിനെല്ലാം ഉള്ളൊരു മോചനം സയൻസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഇന്ന് ലോകത്ത് എല്ലായിടത്തും പോകുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം വീൽ ചെയേഴ്സ്, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾ മാറ്റുന്നുണ്ട് സയൻസ് അല്ലേ. അപ്പോൾ മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ചില രോഗം വസൂരിയൊക്കെ വന്ന് മരിച്ചിട്ടുണ്ട്, നമ്മളതിന് വാക്സിൻ കണ്ടുപിടിച്ചു സയൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ആരും വസൂരി വരുന്നേ ഇല്ല, നല്ലിട്ട് വേണ്ടേ മരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ സയൻസ് ഹാസ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്. On the other hand, our culture and societal norms often limit scientific progress. പക്ഷേ നമ്മുടെ സൊസൈറ്റൽ നോംസ് എല്ലാം എന്താണ്, ഈ സയൻറ്റിഫിക് പ്രോഗ്രസ് ലിമിറ്റ് ചെയ്യാണ്. അതായത് ഇതിനൊരു അപ്പുറം പോയത് ഒരു കാലത്ത് എന്താണ് ഇന്ത്യയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ CV രാമനും രാമാനുജൻ്റെ ഒക്കെ കഥ എടുത്ത് നോക്കി അറിയാം, സമുദ്രം കടക്കരുത് എന്നുള്ളത് ഇവിടുത്തെ ഒരു ബിലീഫായിരുന്നു. അവരങ്ങനെ ഇപ്പോൾ CV രാമനൊക്കെ സമുദ്രം കടക്കരുത് എന്ന് പറഞ്ഞിട്ട് കടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രാമൻ ഇഫക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ നമ്മുടെ രാമാനുജൻ അല്ലേ, ലോകം അറിയപ്പെടുന്ന മാത്തമാറ്റീഷ്യൻ ആയത് സമുദ്രം കടന്നു പോയിട്ടാണ്. അപ്പോൾ ഇതാണ് ഡോഗ്മ. എന്താന്ന് കാരണമൊന്നുമില്ല, ബട്ട് സം കൈൻഡ്സ് ഓഫ് റിലീജിയസ് ഓർ അവർ കൾച്ചറൽ ബിലീഫ് ഇസ് ദയർ ഇൻ ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ് ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ റെഡി ടു ചേഞ്ച് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോഴും ചില ആളുകൾ റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്
ഓക്കെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഓദർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മെനി കൾച്ചേഴ്സ് ആൻഡ് റിലിജിയൻസ് ഹാവ് റിസ്ട്രിക്റ്റഡ് സയന്റിഫിക് inquiry in areas like genetics, evolution and reproductive health. നമുക്കറിയാം ചില റിലിജിയൻസ് ഒക്കെ അവർ ഇവല്യൂഷൻ ഒന്നും അംഗീകരിക്കുന്നില്ല. ഓക്കെ, ചാൾസ് ഡാർവിൻ്റെ ഇവല്യൂഷൻ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു ആസ് ഫാർ ആസ് സം റിലിജിയൻസ് ആർ കൺസേൺഡ്. പിന്നെ അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലേ, 2 കുട്ടികൾ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുപോലെ 18 വയസ്സിന് മുൻപ് പ്രഗ്നൻ്റ് ആവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാൻ കുറേ റിലീജിയസ് നോംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോഴും ആളുകൾ സമ്മതിക്കാത്തതാണ്. Additionally, on the basis of their religion or culture. Additionally, culture and religious rules often conflict with our natural human instincts. Okay. ഇതിന് മാത്രമല്ല കുറച്ച് എന്താണ് റിലീജിയസ് റൂൾസ് ഓഫൻ കോൺഫ്ലിക്റ്റ് വിത്ത് ഇപ്പോൾ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിനും എതിരാണ് ചില കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് നോംസ്. ഫോർ ഇൻസ്റ്റൻസ്, many societies have laws that restricted sexual behavior even though our biology allows us to experience sexual desire and pleasure. Okay, it's very controversial. I don't know whether it is true or not, or whether it can be practiced or not in our society. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഫോർബിഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് സെക്ഷൽ desire and pleasure. Biology allows it. That is, we know that it's biological, sex is biological, but we are making it much societal as well as അവർ കൾച്ചറൽ അല്ലേ, നമ്മുടെ കൾച്ചറിന് അഗെൻസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഫോർബിഡ് ചെയ്യുന്നുണ്ട്. ഇൻ കൺക്ലൂഷൻ, ഇതെൻ്റെ അഭിപ്രായമല്ല, അത് നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. In conclusion, Harari's statement highlights the complex relationship between our biology, scientific progress, and cultural or religious rules. By understanding these tensions, we can work towards creating a more inclusive and progressive society that balances our natural instincts with our cultural and societal norms. Okay. എനിവേ, കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുരോഗതി നേടാൻ പറ്റും എന്നുള്ളതാണ് യുവാൻ നോഹ് ഹറാരി പറയുന്നത്. ഓക്കെ, hope you have listened carefully and it's a fruitful session. I think നിങ്ങളത് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ല. ടൈം മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ വെരി ക്രൂഷ്യൽ വൈൽ റൈറ്റിംഗ് ഇംഗ്ലീഷ് എക്സാമിനേഷൻസ്. ഇത് സീലിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ചതിക്കുഴി തന്നെയാണ്. കാരണം നിങ്ങളെ കൂടുതൽ എഴുതിക്കാതിരിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ്. അപ്പം നിങ്ങളത് മാനേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാക്സിമം ടൈം മാനേജ് ചെയ്ത് തന്നെ നിങ്ങൾ എഴുതുക. Okay, thank you. All the best.